അതിലുപരി മറ്റൊരു സന്തോഷം, ഒരു കുടുംബത്തിലെ രണ്ട് പെൺമക്കള്, രണ്ടുപേർക്കും മക്കളില്ല. ഞാനിത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാല്, നിങ്ങൾ മനസ്സറിഞ്ഞ് നിങ്ങൾ ഓതുക. മനസ്സറിഞ്ഞ് ഓതിയാൽ അള്ളാഹു തരുന്നതിൽ തെളിവാണത്. ഇപ്പൊ അൽഹംദുലില്ലാ ആ രണ്ട് പെൺമക്കളും ഗർഭിണികളാണ്. രണ്ട് പെൺമക്കളും അവരുടെ ഉമ്മയും ആ രണ്ടുപേരുടെ ഭർത്താക്കന്മാരും അവരുടെ ഉമ്മയും ബാപ്പയും ഇന്നിവിടെ വന്നിരുന്നു. ആ സന്തോഷം അറിയിക്കാൻ ഒരാളെ കല്യാണം കഴിഞ്ഞ് 9 വർഷമായി, അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞ് 3 വർഷമായി. അൽഹംദുലില്ലാ ആ കുടുംബത്തിന് ഡബിൾ സന്തോഷമാണ്. അതില് വലിയ സഹോദരിക്ക് 2 മക്കളാണ് എന്ന് സ്കാനിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഒരു പ്രശ്നവും ഒരു വിഷമവും ഇല്ലാതെ കുറെ കാലത്തിന് ശേഷം ഉണ്ടാവുമല്ലേ, അപ്പൊ ക്ഷീണം, ഛർദി, പ്രയാസമൊക്കെ ഉണ്ടാവും. ഒരു വിഷമവും ഇല്ലാതെ അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ, സന്തോഷമാക്കി കൊടുക്കട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ, എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. മക്കളില്ലാത്ത ധാരാളം ആളുകൾ, ഇന്നിപ്പോ എത്രയോ ആളുകൾ ഇവിടെ വരുന്നവരിൽ അധികം ആളുകളും മക്കളില്ല എന്ന കണ്ണീരോടെ, പലരുടെയും കണ്ണീര് തുടച്ചു കൊടുക്കല് നമ്മളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കണ്ണീര് തുടച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് സമാധാനത്തിന്റെ വാക്ക് കൊടുക്കുകയാണ്. എന്തിനാ നിങ്ങൾ കരയണേ? അള്ളാഹു തരും. ഇത്ര ആളുകൾക്ക് അള്ളാഹു കൊടുത്തില്ലേ? ബംഗ്ലാദേശിക്ക് ഒരു കുടുംബത്തിലെ 2 സഹോദരിമാര്, ഒന്ന് 9 വർഷത്തിന് ശേഷം 3 വർഷത്തിന് ശേഷം. അള്ളാഹു നൽകുന്നതാണ് ഇതൊക്കെ, അള്ളാഹു നൽകുന്നതാണ്. ജനലക്ഷങ്ങൾ ആമയും പറയുമ്പോൾ ഓലെ കൂടെ ഇരുന്ന് നമ്മൾ ആമയും പറയണം. അതുകൊണ്ട് അള്ളാഹു നൽകാണ്, അള്ളാഹു നൽകാണ്. അല്ലാതെ ഇതൊന്നും നമ്മളെ മഹത്വം കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ പവർ കൊണ്ടാണ് എന്ന് നമ്മൾ ആരും കരുതരുത്. അത് ഞാനും കരുതരുത്, നിങ്ങളും കരുതരുത്. ഞാൻ കരുതിയ എന്റെ കാര്യം കട്ടപ്പോകയായി. നാളെ റബ്ബിന്റെ മുമ്പിൽ ഇതൊക്കെ ഇപ്പൊ എന്റെ കാരണം കൊണ്ടാണ്, എന്റെ മഹത്വം കൊണ്ടാണെന്ന് ഞാനെങ്ങാനും മനസ്സിൽ കരുതിയാലോ? ഇവരൊക്കെ വന്ന സന്തോഷം പറയുമ്പോ ഞാൻ ആദ്യം പറയുന്ന വാക്കെന്താ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നിങ്ങളോടും പറയാൻ പറയുന്നത് എന്താ? അൽഹംദുലില്ലാ പറഞ്ഞോളി. ആർക്ക്? അള്ളാഹുവിന് സ്തുതി പറഞ്ഞോളി. അള്ളാഹുവാണ് നൽകുന്നവൻ, അള്ളാഹു മാത്രമാണ് നൽകുന്നവൻ. അല്ലാതെ ഒന്നും നമ്മളെ മഹത്വം കൊണ്ടാണെന്ന്, ഇത് എന്റെ മഹത്വം കൊണ്ടാണെന്ന് ഞാൻ ഇന്ന് വരെ മനസ്സിലാക്കിയിട്ടില്ല. അത് നമ്മളങ്ങനെ മനസ്സിലാക്കുകയും ചെയ്യരുത്. അങ്ങനെ മനസ്സിലാക്കലോടുകൂടി കാര്യം കഴിഞ്ഞു. ഇതൊക്കെ പടച്ച റഹ്മാൻ, നമ്മളെ പടച്ച് പരിപാലിക്കുന്ന യജമാനനായ റബ്ബ്, അവന്റെ ഖുർആൻ ഓതിയിട്ട് നമ്മൾ ചോദിക്കുമ്പോ, അവന്റെ ദിക്ർ ചൊല്ലിയിട്ട് നമ്മൾ ചോദിക്കുമ്പോ അള്ളാഹു തരുന്നതാണ്. ഈ 2-2.5 മണിക്കൂറിനിടയിൽ നമ്മൾ മറ്റൊരു നാടവർത്തമാനത്തിനൊന്നും പോണില്ലല്ലോ. പരിശുദ്ധ ഖുർആനും സ്വലാത്തും ദിക്റുകളും ഇന്നിപ്പോ നോക്കിയാൽ നിങ്ങള്, നമ്മള് നാരിയത്തു സ്വലാത്തും അതേ പ്രകാരം തിബ്ബു സ്വലാത്തുമാണ് ഇന്ന് നമ്മൾ ചൊല്ലുന്നത് ഇല്ലേ? തിബ്ബു സ്വലാത്തും നാരിയത്തു സ്വലാത്തും. അല്ലാഹുവേ നീ റാഹത്ത് നൽകണേ റഹ്മാനെ, അത് കാരണം നീ സന്തോഷം നൽകണേ റഹ്മാനെ. മക്കളില്ലാത്ത ആരൊക്കെയുണ്ടോ അവരൊക്കെ ഒരു നാൾ ഉസ്താദേ അൽഹംദുലില്ലാ ഞങ്ങൾക്കതിന്റെ സന്തോഷം ഉണ്ടായി കേട്ടോ എന്ന് പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വേറൊരു കൂട്ടുകാരനുണ്ട്, കൂട്ടുകാരന്റെ പേര് ഞാൻ പറയണില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഓനെ മോശാവണ്ടെന്ന് കരുതണ്ട. പോകാൻ നിന്നോട് പറഞ്ഞത്, ഉസ്താദേ എനിക്ക് കള്ളുകൂടി മാറണം, എന്റെ മദ്യപാനം മാറണം, എനിക്ക് ദ്വാരിക്കണം. അല്ലാ ആ കൂട്ടുകാരന്റെ മനസ്സ് അല്ലാഹു നന്നാക്കി കൊടുക്കട്ടെ. നല്ല മനസ്സാണ് അല്ലെ? മാറണം എന്നുള്ള ചിന്ത വന്നല്ലോ അല്ലെ? അങ്ങനെയാണല്ലോ. എനിക്ക് എന്റെ മദ്യപാനം മാറണം, മാറണം എന്ന ചിന്ത വന്നല്ലോ. അതാണ് ഏറ്റവും നല്ല മനസ്സ്, അതാണ് ഏറ്റവും നല്ല മനസ്സ്. ചെയ്തു പോയ തെറ്റുകുറ്റത്തിൽ നിന്ന് എനിക്കതിൽ നിന്ന് പിന്മാറണമെന്ന ആ ഒരു നല്ല മനസ്സൊരു മനുഷ്യനക്ക് വന്നാൽ ആ മനസ്സിന്റെ ഉള്ളിൽ ഈമാനുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണത്, ഏറ്റവും വലിയ അടയാളം. അവന്താ ചോദിച്ചപ്പോ, കാരണം നിങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത് എങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞത് എന്താ? എന്റെ കൂടെ എന്നും മദ്യപിക്കാൻ വരുന്ന ഒരാളുണ്ട്, എന്റെ കൂടെ എപ്പോഴും ഞങ്ങള് കൂട്ടുകെട്ടിൽ പെടുന്ന ഒരു സഹോദരനുണ്ട്. ആ സഹോദരൻ ഇപ്പോ മദ്യപാനം ഞങ്ങളെ കൂടെ കമ്പനിക്ക് വരാറില്ല. കാരണം എന്താ? അൽഹംദുലില്ലാ ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഭാര്യ എന്നും അറിവിന്ദിലാവിന്റെ മജ്ലിസിൽ ഇരുന്ന് യാസീനും ദിക്റുകളും ഖുർആനുകളും സ്വലാത്തുകളും അത്ഭുത ഫലങ്ങൾ നിറഞ്ഞ ഹദ്ദാദ് റാത്തീബുകളും ചൊല്ലി മന്ത്രിച്ച വെള്ളം ഈ പ്രിയപ്പെട്ട സഹോദരന് വെറും വയറ്റിലും ചായ ഉണ്ടാക്കുമ്പോൾ തന്നെ, ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ തന്നെ ആ സഹോദരിയുടെ മനസ്സിലുള്ള ഒരേ ഒരു നിയത്ത്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മദ്യപാനം മാറണമെന്ന നിയത്തായിരുന്നു.
എന്റെ പ്രിയപ്പെട്ട ഈ കാല മദ്യപാനം ഉസ്താദിന് പറയാൻ കുറേ ഉണ്ട്, ഒരുപാട്. പക്ഷെ എന്നും പറഞ്ഞ് ഇങ്ങനെ സമയം കളയേണ്ട, നിങ്ങളെ ബോറടിപ്പിക്കണ്ട. പറയുന്ന കൂട്ടത്തിൽ നേരത്തെ കമന്റ് വായിച്ചപ്പോ പറയുന്ന കൂട്ടത്തിലൂടെ ഉസ്താദ് പറഞ്ഞു എന്ന് മാത്രം. പറയാൻ എന്നും ഇഷ്ടം പോലെ ഉണ്ട്, എന്നും ഓരോ പ്രിയപ്പെട്ടവരും എന്ന് പറയുമ്പോ അല്ലാഹുവേ എത്ര എത്ര സന്തോഷാണ്. അപ്പൊ അൽഹംദുലില്ലാഹ് എന്നും ആ സഹോദരി മജ്ലിസിൽ വെച്ച വെള്ളത്തിൽ അറിവിന്നിലാവിലൂടെ സൂറത്തു യാസീനും ദിക്റുകളും ഓതിയിട്ട് പ്രിയപ്പെട്ട ഭർത്താവിന് കൊടുത്ത് അൽഹംദുലില്ലാഹ് ഇപ്പൊ മനസ്സിന് മാറ്റേണ്ടതോ അല്ലാഹു എന്ന് നിലനിർത്തി കൊടുക്കട്ടെ. സാധാരണ മദ്യപാനത്തിൽ നിന്ന് മാറിയാ വീണ്ടും ആ മനസ്സ് അതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അല്ലാഹു അതിൽ നിന്ന് ആ സഹോദരന് മോചനം നൽകട്ടെ. അപ്പൊ എന്റെ കൂട്ടുകാരൻ മാറി, അതുകൊണ്ട് എനിക്ക് മാറണം, എനിക്ക് നിങ്ങളൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രിയപ്പെട്ട സഹോദരൻ, പേര് ഞാൻ പറയുന്നില്ല, ഇന്നിവിടെ വന്നത്. അല്ലാഹു ആ പൊന്നു സഹോദരന്റെ മനസ്സും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ, അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. അല്ലാഹുവേ നീ അങ്ങനത്തെ ആളുകൾക്കെല്ലാം ഞങ്ങളെ മജ്ലിസിലൂടെ സമാധാനം നൽകണം. അല്ലാഹ് നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾ നിന്നോട് ചോദിക്കുമ്പോ ഞങ്ങളെ മുന്നിർത്തുള്ളത് പരിശുദ്ധമായ സൂറത്തു യാസീനാണ്. നിന്റെ ഖുർആനിന്റെ ഹൃദയമാണെന്ന് മുത്തുനബി പഠിപ്പിച്ച സൂറത്തു യാസീനാണ്. നിന്റെ ഖുർആനിലെ ബറക്കത്തുള്ള ആയത്തുകളാണ് ഞങ്ങൾ ഓതുന്നത്. അറിവിന്ദിലാവിലൂടെ എന്നും ജനലക്ഷങ്ങളെ ഓതിക്കൊണ്ടിരിക്കുന്നതും അതാണ്. അതുകൊണ്ട് തന്നെ അത്ഭുത ഫലങ്ങൾ നീ അതിൽ നൽകുന്നുണ്ട് അല്ലാഹ്. ഇനിയും ഈ മുഅ്മിനീങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാഹ്. ഇനിയും ഈ മുഅ്മിനീങ്ങൾക്ക് മനസ്സമാധാനം നൽകണേ അല്ലാഹ്. നാരിയത്തു സ്വലാത്ത് ചൊല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് മനസ്സിലുള്ള ഖൈറായ മുറാദുകളെല്ലാം കരുതണം. അല്ലാഹുവേ നീ സാധിപ്പിച്ച് തരണേ റഹ്മാനേ. എന്തെല്ലാം വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും അനുഭവിക്കുന്നവര് നമ്മുടെ മഹത്തായ മജ്ലിസ് കേൾക്കുന്നുണ്ടോ, അവർക്കെല്ലാം നീ സമാധാനം നൽകണം അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. ഖൈർ നൽകണേ അല്ലാഹ്. എന്നും നമ്മുടെ അറിവിന്ദിലാവിന്റെ മജ്ലിസിൽ ഇരിക്കുന്ന ശംനാബീഗം എന്ന് പറയുന്ന കൊണ്ടോട്ടിയിലുള്ള പ്രിയപ്പെട്ട സഹോദരി, അൽഹംദുലില്ലാഹ് കല്യാണം ശരിയായ ഉസ്താദേ. ഉസ്താദിന്റെ മജ്ലിസിൽ ഇരുന്ന് ഞാൻ യാസീൻ ദിക്റുകളും ഓതാറുണ്ട്, സ്വലാത്തുകൾ ചൊല്ലാറുണ്ട്. കല്യാണം ശരിയായ സന്തോഷം അറിയിക്കാൻ ആ സഹോദരിയും കുടുംബവും ഇന്നവിടെ മടിവീട്ടിൽ വന്നിരുന്നു. സന്തോഷത്തിന്റെ മിഠായിയുമായി ഇന്നത്തെ മജ്ലിസിൽ വന്ന് അൽഹംദുലില്ലാഹ് ആ സഹോദരിയുടെ തീരുമാനിച്ചു വച്ച കല്യാണം വളരെ ഭംഗിയിൽ നടത്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അങ്ങനെ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളിൽ എത്രയോ സഹോദര സഹോദരിമാരുണ്ട്. പ്രായം ഒരുപാടായി കല്യാണം ശരിയാകുന്നില്ല, ജോലിയുണ്ട്, എല്ലാം റാഹത്താണ്. പക്ഷേ പല തട്ടുമുട്ടലുകളിലൂടെ ഒന്നും ശരിയാവാതെ പോവുകയാണ്. എല്ലാം നാരിയത്തു സ്വലാത്തിന്റെ ബറക്കത്തുകളിൽ ശരിയാക്കി കൊടുക്കണേ റഹ്മാനേ. സലാമത്താക്കി കൊടുക്കണേ അല്ലാഹ്. ഉസ്താദേ ദുആ ചെയ്യണം. എത്രയെത്ര ആളുകളാണ് കമന്റിലൂടെ നമ്മളോട് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കെല്ലാം നമ്മളെ നാരിയത്തു സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുകയാണ്. യാ അല്ലാഹ്, ഈ മജ്ലിസ് കാണുന്നവരിൽ ആരെല്ലാം സങ്കടങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ, ആരെല്ലാം വിഷമങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നവരുണ്ടോ, എല്ലാവർക്കും നീ സലാമത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്.
മുഅ്മിനീങ്ങളെ 11 നാരിയത്തു സ്വലാത്ത് ചൊല്ലുമ്പോൾ അറിവിന്നിലാവ് കേൾക്കുന്ന കുടുംബങ്ങളോട് സ്നേഹത്തോടെ ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്. മജ്ലിസിൽ വെള്ളം വെക്കാൻ ബാക്കിയുണ്ടെങ്കിൽ എല്ലാവരും മജ്ലിസിൽ വെള്ളം വെക്കണം. ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലി നിങ്ങൾ അതിൽ മന്ത്രിക്കുക. നിങ്ങളാണ് ചൊല്ലുന്നത്. കൂടെ ജനലക്ഷങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് ചൊല്ലുകയാണ്. അൽഹംദുലില്ലാഹ്, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ, 9 വയസ്സിന് ശേഷം പ്രിയപ്പെട്ട പൊന്നുമോൻ ഉമ്മ എന്ന് ആദ്യമായി വിളിക്കുമ്പോ ആ ഉമ്മയുടെ മനസ്സിലെ ഒരു സന്തോഷം എത്രയാണ്, ആ ഉപ്പാടെ മനസ്സിലെ സന്തോഷം എത്രയാണ്. ജീവിതത്തിൽ അല്ലാഹ് ഒരു തങ്കക്കുടത്തെ തന്നിട്ട് ആ തങ്കക്കുടത്തിൽ സംസാരിക്കാൻ കഴിയാതെ വിഷമങ്ങൾ സഹിക്കുന്ന ഒരു പ്രിയപ്പെട്ട ഉമ്മയുടെയും ബാപ്പയുടെയും സങ്കടത്തിന്റെ മുഖം നിങ്ങളെ മനസ്സിലേക്ക് നിങ്ങളൊന്ന് കൊണ്ടുവരി, നിങ്ങളെ മനസ്സിലേക്ക് നിങ്ങളൊന്ന് കൊണ്ടുവരി. അല്ലാ 9 വയസ്സായതിന് ശേഷം ആ പ്രിയപ്പെട്ട പൊന്നുമോൻ ആദ്യമായി ഉമ്മ എന്ന് വിളിക്കുമ്പോ ഇതെല്ലാം യജമാനനായ റബ്ബ് തരുന്ന കഴിവുകളാണ്. അല്ലാഹു നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് അല്ലാഹു നമുക്ക് തരണ്ടേ. റബ്ബ് തരാതെ നമുക്ക് സംസാരിക്കാൻ കഴിയൂല. ആ പ്രിയപ്പെട്ട കുഞ്ഞുമോന് പരിപൂർണമായി സംസാരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. ആ വലിയുപ്പവെന്ന് പറയാണ് ഉസ്താദേ. ഉസ്താദ് ഇന്നത് പേരെടുത്ത് തന്നെ പറയണം. കാരണം എല്ലാവരും മജ്ലിസിൽ തേനും വെള്ളവും വെക്കട്ടെ. ഓല സുഖല്ലാത്ത കുട്ടികൾക്കൊക്കെ അത് കൊടുക്കാൻ വേണ്ടി ഉസ്താദ് മജ്ലിസിൽ നിന്ന് പറയണം. എന്റെ പേരക്കുട്ടിയെയും അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് അല്ലാ ഉമ്മമാരെ, നിങ്ങൾ മജ്ലിസിൽ തേനും വെള്ളമെല്ലാം വെക്കണം. എന്നിട്ട് നിങ്ങൾ തന്നെ അതിൽ മന്ത്രിച്ചു കൊടുക്കണം. ഉമ്മ മന്ത്രിച്ചാൽ വലിയ ഫലാണ്. ഉമ്മയും ബാപ്പയൊക്കെ മന്ത്രിച്ചാൽ വലിയ ഫലാണ്. ഞാനിവിടെ വരുന്ന മക്കളോട് പറയാറുണ്ട്, ഉസ്താദേ എന്റെ തലവേദന മാറണം, ഉസ്താദ് മന്ത്രിച്ചു തരണം. അപ്പോ മന്ത്രിച്ചു കൊടുക്കും. എന്നിട്ട് പറയൂ, ഉമ്മല്ലേ മോനെ, ബാപ്പല്ലേ? ആ ഉണ്ട്. എന്നാലും ഉമ്മാനെ കൊണ്ട് ബാപ്പാനെ കൊണ്ട് ഇടയ്ക്ക് മന്ത്രിപ്പിക്കണം കേട്ടോ. ഉമ്മാനെ കൊണ്ട് ഉമ്മയും ബാപ്പയും മന്ത്രിച്ചാല് അല്ലേ, അത് ഏറ്റവും വലിയൊരു മന്ത്രല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, അതിലും വലിയ മരുന്നേതാ? അതിലും വലിയ മരുന്നേതാണ്? അതുകൊണ്ട് ഉമ്മയും ബാപ്പയും, ഞാൻ എന്റെ ഉമ്മാനെ കൊണ്ട് ഇടക്കിടക്ക് ഞാൻ മന്ത്രിപ്പിക്കാറുണ്ടായിരുന്നു. എന്റെ ഉമ്മാനെ കൊണ്ട് ഇടക്കിടക്ക് എന്ത് ചെയ്യും, ഞാൻ മന്ത്രിപ്പിച്ചു കൊടുക്കും, മന്ത്രിപ്പിക്കാറുണ്ട്. എന്റെ ഉമ്മാന്റെ നഖമൊക്കെ വെട്ടിക്കൊടുത്തിന് ഞാനായിരുന്നു. ഞാൻ എന്റെ ഉമ്മാന്റെ നഖം വെട്ടിക്കൊടുക്കും. ഉമ്മാന്റെ കാലിന്റെ നഖമൊക്കെ ഇങ്ങനെ ചുരുങ്ങിയിട്ടുണ്ടാവും. ചില ആളുകളുടെ നഖം അങ്ങനെയാണല്ലോ, മടങ്ങി 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 ഇങ്ങനെ. എന്റെ ഉമ്മാന്റെ നഖമൊക്കെ പതുക്കെ ഇങ്ങനെ വെട്ടിക്കൊടുക്കലേ ഞാനാ. ഇടക്കൊന്ന് വരുത്താക്കും ചെയ്യും, വെറുതെ രസത്തിന്. അപ്പൊ ഒരു മേട്ടം കൊട്ടും ചെയ്യും. പക്ഷെ ആ മേട്ടം വലിയ സന്തോഷാണ്, അത് വല്ലാത്തൊരു സന്തോഷാണ്. പറഞ്ഞു വരുന്നത്, ഉമ്മാനെ കൊണ്ട് ഇടക്ക് മന്ത്രിപ്പിക്കും, ഉമ്മാനെ കൊണ്ട് ഇടക്ക് ദ്വാരിപ്പിക്കും, ഉമ്മാനെ കൊണ്ട് ഇടക്ക് വെള്ളത്തിൽ ഊതിപ്പിച്ച് അത് കുടിക്കും. ഞാൻ എന്റെ ഉപ്പനോട് ഉമ്മാനോടൊക്കെ ഇപ്പം പറയണം, ദ്വാരിക്കണം കേട്ടോ. കാരണം എന്താ, ഓല ദ്വാരിക്കണം കേട്ടോ എന്ന് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ദ്വാരിക്കും. പക്ഷെ ഓല ദുആ ആണ് നമ്മുടെ വിജയം, അത് നമ്മൾ മനസ്സിലാക്കുക. ഓല ദുആ മാത്രമാണ് നമ്മുടെ വിജയം, ഓല ദുആ മാത്രം. അൽഹംദുലില്ലാഹ്, അല്ലാഹു റാഹത്തിലാക്കട്ടെ, അല്ലാഹു സമാധാനത്തിലാക്കട്ടെ. എന്നാള് ഒരു കുഞ്ഞോൻ വന്ന് കാളികാവാത്തുനിന്ന്. അപ്പോ പാവാണ്, ഒരു സ്വാദാണ് ആള്, പച്ചക്കറി കച്ചവടം നടത്തുകയാണ്. അപ്പോ ഓന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് വരുമ്പോ നമ്മൾ അങ്ങനെയാണല്ലോ, ഓന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിയും, പാവങ്ങളാണല്ലോ. അപ്പൊ പറഞ്ഞ കൂട്ടത്തില് ഓൻ എന്ത് തുടങ്ങിയാലും നഷ്ടത്തിലാണ്. അപ്പൊ എന്തോ ഒരു ഷെറുണ്ടോ നോക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ ചോദിച്ചു, മോനെ എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് വിഷയങ്ങളൊക്കെ ചോദിച്ചപ്പോ, വീട്ടിലെല്ലാരും ഉണ്ട്, പക്ഷെ ഞങ്ങള് വാടകയ്ക്കാണ് താമസം. അപ്പൊ പറഞ്ഞു, വേഗം സ്ഥലം വാങ്ങണം, സ്ഥലം വാങ്ങിയിട്ട് ഒരു വീട് വെക്കണം. വീടൊക്കെ ഉണ്ട്, പക്ഷെ വീട്ടിൽ നിന്ന് പുറത്താണ്. എന്താ കാരണം? ഉമ്മയും ബാപ്പയും തെറ്റിലാണ്. അപ്പൊ പറഞ്ഞു, മോനെ പിന്നെ എങ്ങനെ നിന്റെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവുക? ഓനെ നമ്മൾ ആട്ടിവിട്ടില്ല, ആട്ടിവിടല്ല വേണ്ടത്. തെറ്റ് ചെയ്തവരെ നമ്മൾ ആട്ടിവിടലല്ല വേണ്ടത്, ഓലെ കൂട്ടിപ്പിടിച്ചിട്ട് ഓലെ സ്നേഹത്തിൽ പറഞ്ഞു കൊടുക്കല്ലേ വേണ്ടേ. അപ്പൊ ഉമ്മനോടും ബാപ്പനോടും പിണങ്ങി നിന്നാ പിന്നെ കച്ചവടത്തിൽ എങ്ങനെ ബർക്കത്തുണ്ടാവുക? മോനെ, ഈ ഉമ്മാനോട് സലാം പറയണം,
ഉമ്മനെ കുറിച്ചിട്ട്. ആ തിരക്കിന്റെ അടിയിലാണെങ്കിലും ഞാനൊരു 10 മിനിറ്റ് ഓന് വേണ്ടി ചെലവാക്കി. നല്ല തിരക്കായിരുന്നു, നല്ല തിരക്ക്. അപ്പോൾ പലപ്പോഴും തിരക്കിന്റെ അടിയിൽ പിന്നെ ഭക്ഷണം കഴിക്കാനും ചായ എടുക്കാനൊക്കെ നമ്മൾ മറന്നു പോകാറുണ്ട്. കാരണം ഇവരെ പിരിച്ചിട്ട് വിട്ട് വേണമല്ലോ നമുക്ക് അറിയുന്നില്ലാതെ തുടങ്ങാനേ. ചിലപ്പോൾ ആളുകൾ ഇങ്ങനെ പകലിങ്ങനെ ഫോൺ വിളിക്കും, പക്ഷെ അങ്ങനെ വിളിച്ചാലും കിട്ടൂല, അങ്ങനെ കരുതും. നമ്മൾ ഇന്നിപ്പോ രാവിലെ ഇറങ്ങിയിട്ട് വൈകുന്നേരം 6:05 താഴത്തുനിന്ന് ഇങ്ങോട്ട് പോരുന്നത്, സ്റ്റുഡിയോക്ക് പോരുന്നത്. അത്രയും തിരക്കായിരുന്നു, അത്രയും ആളുകളായിരുന്നു. അപ്പൊ ഓലൊക്കെ നോക്കി, ഓലൊക്കെ വിഷമങ്ങളൊക്കെ പരിഹാരം കണ്ടിട്ട് നേരെ മജ്ലിസിൽ വന്നിരിക്കാണ്. പിന്നെ ഈ കസേരയിൽ നല്ല ഇരിക്കാൻ സുഖമില്ലോണ്ട് ക്ഷീണമൊന്നും അറിയണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നെന്തറിയോ, ഒരു 10 മിനിറ്റ് അവന് വേണ്ടി ചെലവഴിക്കി. ഞാൻ പറഞ്ഞു ഉമ്മനോട് പോയി സലാം പറയണം, ഉമ്മനോട് പോയി മിണ്ടണം, അതിന് സമയം കണ്ടെത്തണം. ഉമ്മനെ കുറിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇജ്ജ് ആലോചിച്ച് നോക്കേടാ, എനിക്കൊരു വിഷമം വരും, കാരണം ഉമ്മല്ലേ. ഈ ഉസ്താദിനെ കുറിച്ച് ആലോചിച്ച് നോക്ക്. എനിക്കൊരു വിഷമം പറയുമ്പോ, എനിക്കൊരു വിഷമം വരും, എനിക്ക് പോയി പറയാൻ ഉമ്മല്ല. ഇജ്ജ് ആലോചിച്ച് നോക്കെ, എനിക്ക് ഉമ്മ ഉണ്ട്. ഈ ഉമ്മ ഉണ്ടായിട്ട് എനിക്ക് എങ്ങനെ മോനെ ഉമ്മനോട് തെറ്റിക്കഴിയാൻ തോന്നണേ? ഓ മിണ്ടാതിരുന്നു 10 മിനിറ്റോളം ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് കണ്ണിങ്ങനെ നിറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ എന്റെ മനസ്സ് നല്ല മനസ്സാണ്, നല്ല മനസ്സായത് കൊണ്ടാണ് എന്റെ കണ്ണ് നിറഞ്ഞത്. നിന്റെ മനസ്സ് നല്ല മനസ്സായത് കൊണ്ടാണ് നിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് പറഞ്ഞ്. ഉസ്താദേ, ഞാൻ എന്താ വേണ്ടി നിങ്ങൾ പറയും. നീ ഉമ്മന്റെ അടുക്കൽ പോണം, ഉമ്മന്റെ അടുക്കൽ പോവാ. പക്ഷെ ബാപ്പന് പേടിയാണ്, ബാപ്പ വീട്ടിലേക്ക് കയറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് മാതാപിതാക്കളും വീട്ടിലേക്ക് കയറണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ആട്ടി ഓടിക്കോ. ദേഷ്യം കൊണ്ട് ചിലപ്പോ നമ്മൾ പലപ്പോഴും പലതും പറഞ്ഞു. ഏയ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്ക്, ദേഷ്യം കൊണ്ട് ചിലപ്പോ ഉമ്മയും ബാപ്പയും നമ്മള് പോടാവുന്ന എന്നൊക്കെ പറയും. അപ്പൊ തന്നെ നമ്മൾ പെട്ടിങ് കിതാബ് എടുത്ത് പോകാൻ വേണ്ടിയത്, പെട്ടിങ് കാലക്കെടുത്ത് പോകാൻ വേണ്ടിയത്. ദേഷ്യം പിടിക്കുമ്പോ ചിലപ്പോ ഉമ്മയും ബാപ്പയല്ലേ നമ്മൾ പറയാനുള്ളൂ. വേറെ ആരെങ്കിലും പറഞ്ഞാൽ എന്റെ പണിയൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് അങ്ങോട്ടൊന്നും കൊടുക്കൂലേ? ഉമ്മയും ബാപ്പയും ചിലപ്പോ ഒന്ന് പറയും, ഇറങ്ങി പോടാന്ന് പറയും. നമ്മൾ പോവാതെ അവിടെ നിൽക്കുക. കാരണം അവര് സങ്കടം കൊണ്ട് പറയാണ്, അവര് സങ്കടം കൊണ്ട്. ഞാൻ ഉമ്മാന്റെ അടുത്തേക്ക് പോവാ, പക്ഷെ ബാപ്പനെ കുറിച്ചും കുറച്ച് പറഞ്ഞു കൊടുത്തു. ഉമ്മനെ കുറിച്ച് പറയുമ്പോ ബാപ്പിനെ കുറിച്ച് പറയണ്ടേ? ബാപ്പാര് പാവല്ലേ, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരല്ലേ നമ്മുടെ ഉപ്പ. ഉപ്പയില്ലെങ്കിൽ നമ്മൾ ഉണ്ടാകുമോ? ഉപ്പ ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കി ഉമ്മനെ മാത്രം മതി. അല്ല, ഉമ്മയും ബാപ്പയും വേണം, ഉമ്മയും ബാപ്പയും വേണം. ഉമ്മ എപ്പോഴും നമ്മളെങ്ങനെ ഒൽപ്പിച്ചൊൽപ്പിച്ച് നടക്കും, അത് ഉമ്മാന്റെ ഒരു പ്രകൃതിയാണ്. ബാപ്പ ചിലപ്പോ ചില വാപ്പാര് ചൂടുണ്ടാവും, ചില ആളുകളൊന്നും ദേഷ്യപ്പെടും, പക്ഷെ അവരുടെ മനസ്സൊക്കെ കറ കളഞ്ഞ സ്നേഹാണ്. ബാപ്പന്റെ മനസ്സിൽ നമ്മളോട് വല്ലാത്ത സ്നേഹ. കാരണം എന്താ? ഉമ്മയുടെ ഉദരത്തിന്റെ അകത്ത് നമ്മൾ ഗർഭാശയത്തിൽ കിടന്ന് ലേബർ റൂമിലേക്ക് ഉമ്മയെ നമ്മൾ കയറ്റിയപ്പോ, പ്രസവത്തിന് വേണ്ടി കയറ്റിയപ്പോ, ആ ലേബർ റൂമിന്റെ അപ്പൊ ഉസ്താദ് പറഞ്ഞെന്താ? പ്രിയപ്പെട്ട ഉമ്മ, എന്തോന്ന് റേഞ്ച് അടിയിൽ പോയതാ, സാരല്ല. പ്രിയപ്പെട്ട ഉമ്മ ലേബർ റൂമിന്റെ അകത്ത് നമ്മൾ കിടക്കുമ്പോ, ഉമ്മയുടെ ഉദരത്തിന്റെ അകത്ത് നമ്മൾ കിടക്കുമ്പോ, ആ ലേബർ റൂമിന്റെ പുറത്ത് നെഞ്ചിടിച്ചൊരു ജന്മമുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്താകുമല്ല എന്നിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു ജന്മമുണ്ട്. അതാരാ? പ്രിയപ്പെട്ട ഉപ്പയാ, പ്രിയപ്പെട്ട ഉപ്പ. അവ ഉപ്പയുടെ മഹത്വം നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞു, നീ ഉമ്മാന്റെ അടുക്കൽ നേരെ പോ. ഉമ്മന്റെ അടുക്കൽ എന്നോട് ചോദിച്ചു, ഉസ്താദേ എന്റെ കടയിൽ വെക്കാൻ എന്തെങ്കിലും സാധനം തരണം, തീരെ കച്ചവടമല്ല. ഞാൻ അതൊക്കെ തരാം, അതൊക്കെ ഉസ്താദ് മോൻ പറയുന്നത് പോലെ ഉസ്താദ് തരാം. എനിക്ക് കടയിൽ വെക്കാം, ആയത്ത് എഴുതി തരണോ, ഒക്കെ എഴുതി തരാം. പക്ഷെ നീ ആദ്യം ചെയ്യേണ്ടത് അതല്ല. നിന്റെ ഉമ്മാന്റെ അടുക്കൽ നീ ചെല്ല്, നിന്റെ ബാപ്പന്റെ അടുക്കൽ നീ ചെല്ല്. ഉമ്മന്റെ അടുക്കൽ ഞാൻ പോവാ, ബാപ്പ കണ്ട ചിലപ്പോ തല്ലും. ബാപ്പയല്ലേ തല്ലണത്, ബാപ്പാക്കല്ലേ തല്ലാൻ പറ്റുള്ളൂ. വേറെ തച്ചാൽ ചിലപ്പോ നമ്മള് രണ്ടാം കട തിരിച്ചു കൊടുക്കൂലേ? നിങ്ങൾ പറയില്ല എന്നൊക്കെ പറയോ? ഓ ഒന്ന് കിട്ടിയോക്കണ്ടേ, അപ്പടെ അറിയാം. നിങ്ങൾ പറയും നമ്മൾ തല്ലൂലാന്ന്, ഒന്ന് കിട്ടിയൊക്കെയാ മതി, അപ്പടെ അറിയാം. ബാപ്പ തച്ചാൽ നമ്മൾ തിരിച്ചു തല്ലൂലല്ലോ. തല്ലരുത് കേട്ടോ, തല്ലാനും പോരുതേ, ആരും തല്ലാൻ പോരുത്. ബാപ്പ തരച്ചാൽ നമ്മൾ തിരിച്ചു തല്ലൂലല്ലോ. അപ്പൊ പറഞ്ഞു, ബാപ്പന്റെ അടുത്ത് ചിലപ്പോ അടി കിട്ടും. ബാപ്പന്റെ അടുത്ത് ഒന്ന് കിട്ടിക്കോട്ടെ, ചിലപ്പോ അയിമ്മടെ ബാപ്പന്റെ ദേഷ്യം തീർന്നാലോ? കഴിഞ്ഞില്ലേ? ബാപ്പയല്ലേ തല്ലണതേ. ഉമ്മയും ബാപ്പയും തച്ച ഭാഗം സ്വർഗത്തിലാണെന്ന് ഉസ്താദ്മാരെ പറയണ കേട്ടില്ലേ നിങ്ങള്? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഇനി ഉമ്മന്റെ അടുക്കൽ പോകണം. എന്റെ കടയിൽ വെക്കാനൊക്കെ ഇൻഷാ അല്ലാഹ് സാധനം തരാം, അതൊക്കെ തരാം. പക്ഷെ ഇത് ഉമ്മന്റെ അടുക്കൽ പോകണം, ഉമ്മന്റെ അടുക്കലും ബാപ്പന്റെ അടുക്കലും പോകണം. അൽഹംദുലില്ലാഹ് ഉസ്താദെ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്.
അൽഹംദുലില്ലാ, അതന്നെ മതിയല്ലോ അല്ലേ? അതന്നെ മതിയല്ലോ. പോയിട്ട് ഉമ്മാനോടും ബാപ്പാനോടും സലാം പറയേ. ചിലപ്പോ ആദ്യം പോകുമ്പോ ബാപ്പ ചോദിക്കും എന്തേ വന്നു, ചിലപ്പോ അതൊക്കെ ചോദിക്കും. അതൊക്കെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കൊടുത്തേ, ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നോട്ടോ. ചിലപ്പോ അതൊക്കെ ചോദ്യം വരും. അപ്പൊ എന്തേ വന്നു എന്ന് ചോദിക്കുമ്പോ ഒന്നുമില്ല, അങ്ങനെയല്ല പറയേണ്ടത്. മുണ്ടാതൊരു വാർത്തയിൽ ഇരുന്നാ മതി, മുണ്ടാതിരുന്നാ മതി. അതിനാണല്ലോ അള്ളാഹു 2 ചെവി എന്നത്. പറ്റാത്ത കേൾക്കുമ്പോ റൈസാവാനല്ല, ഇതികൂടെ അങ്ങനെ കേൾക്കുക, കൂളായിട്ട് നൈസായിട്ട് ഇതിലെങ്ങനെ വിട്ടെടുക്കുക. അതിനാണ് അള്ളാഹു 2 ചെവി എന്നത്. 2 ചെവിയിൽ നിങ്ങൾക്ക് അല്ലേ? പറ്റാത്ത കേൾക്കുമ്പോ ഇതിൽ കൂടെ അങ്ങനെ ഉഷാറായിട്ട് കേട്ടെടുത്തോണ്ടി. പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് വല്ല ഇതിൽ കൂടെ വിട്ടെടുക്കുക. അല്ലാതെ എന്തേ വന്നു എന്ന് ചോദിച്ചുമ്പോ അതിന് തിരിച്ചങ്ങോട്ട് പറയാൻ നിൽക്കണ്ട. അത് ഉമ്മന്റെ ബാപ്പന്റെ ചിലപ്പോ ഒരു സ്വഭാവമായിരിക്കും. നമ്മളെ പരീക്ഷിക്കുമ്പോ കുറെ കാലത്തിന് ശേഷം ഇത് ചട്ടിയും കുടിക്കൊക്കെ എടുത്ത് പോയതല്ലേ, കണ്ടില്ലേ ഓള് ഇങ്ങോട്ട് തന്നെ വന്നിനെ, ചിലപ്പോ അങ്ങനെ ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണ്ട, അങ്ങോട്ട് തിരിച്ചടിക്കണ്ട, മിണ്ടാതൊരു വാത്തിരുന്നാ മതി, ഒരു പ്രശ്നമില്ല. ആ കൂട്ടുകാരൻ പോയിട്ടുണ്ട്, ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനി എന്താകും അല്ലാഹു ആലം. പക്ഷെ ആ കൂട്ടുകാരൻ പോകാമെന്ന് പോയിക്കണോ, ഇൻഷാ അല്ലാഹ് അവന് സലാമത്താവും. 11 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ വന്നിട്ട് അതിന്റെ അടിയിൽ വന്നാൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയണെന്തറിയോ, ഓന്റെ ജീവിതം വെച്ച് പറയല്ലേ, ഇതെല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. ഓന്റെ ജീവിതം വെച്ചിട്ട് ഓന്റെ പേരൊന്നും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. പറയുന്നത് എല്ലാവർക്കും ഒരു പാടാണ്, എല്ലാവർക്കും ഇതൊരു വലിയൊരു പാടാണ്. ഉമ്മയും ബാപ്പയും ചിലപ്പോ നമ്മളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാല് നമ്മൾ വേഗം വാടകയ്ക്ക് പോകും. നല്ല ക്വാർട്ടേഴ്സ്, നല്ല റൂമും കിട്ടും, നമ്മൾ വാടകയ്ക്ക് പോകും. വാടകയ്ക്ക് പോവേണ്ടി വരുമ്പോ പോവാ. പക്ഷേ കാരണം അനിയനും മറ്റുള്ളവർക്കൊക്കെ കല്യാണം വരുമ്പോ ചിലപ്പോ നമ്മളൊന്ന് പോകേണ്ടി വരും. പക്ഷെ ഞാൻ പറയുന്നത് എന്താന്ന് ചോദിച്ചാല്, അവരെ തള്ളിയിട്ടുള്ളൊരു ജീവിതം നമുക്ക് പാടില്ല. ഉമ്മയും ബാപ്പയും അവരുള്ള കാലം, ഞാൻ അവരോട് പറഞ്ഞു, എന്റെ ഉമ്മ ഉണ്ടായിട്ടാണോ ഇങ്ങനെ നടക്കണത്, ബാപ്പ ഉണ്ടായിട്ടാണോ ഇങ്ങനെ നടക്കുന്നത്, എന്റെ കടയിൽ വെക്കാനുള്ള സാധനമൊക്കെ തരാം. പക്ഷെ ഉമ്മയും ബാപ്പയും എത്ര നമ്മൾ ദിക്റും ഖുർആനും ഓതിയിട്ട് കാര്യമുണ്ടോ? ഓരെ പൊരുത്തില്ലെങ്കിൽ സംഗതി തീർന്നില്ലേ? ഇല്ലേ? മാതാപിതാ ഗുരു ദൈവം അല്ലേ? ഉമ്മയും ബാപ്പയുമാണ്. ഉമ്മാന്റെ കാലടി പാടി ലാന് സ്വർഗം നോത്തോളി ഉദിമതിയാ മുത്ത മുഹമ്മദ്. പിന്നെന്താണ് പൂമൊഴി ഉള്ളിലുറച്ചോളി അമ്മിഞ്ഞ പാലിൽ മധുരം ഇന്ന് മറക്കാമോ? 1000 പുറ്റുമ്മ വന്നാൽ സ്വന്തം പുറ്റുമ്മയായിടുമോ? ഉമ്മാന്റെ അതാണ് ഉമ്മയും ബാപ്പയും, അതാണ് നമ്മുടെ സ്വർഗത്തിന്റെ കമാടം. അതുകൊണ്ടാണ് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞത്, ബാബാനി മഫ്തൂഹാനി ഇലൽ ജന്നാ, ബാബാനി മഫ്തൂഹാനി ഇലൽ ജന്നാ. അറിവിന്നിലാവ് കേൾക്കുന്ന ചെറുപ്പക്കാരാ, അറിവിന്നിലാവ് കേൾക്കുന്ന പൊന്നുമോളെ, നമ്മൾ നിസ്കരിക്കുന്നതും നോമ്പെടുക്കുന്നതും ഖുർആനോതുന്നതും സദഖ ചെയ്യുന്നതും തലമറക്കുന്നതുമെല്ലാം അള്ളാഹുവിന്റെ സ്വർഗം വാങ്ങാനാ അല്ലേ? റബ്ബിന്റെ സ്വർഗം വേണമെന്ന ആഗ്രഹമാണ്. ആ സ്വർഗം എവിടെയാണ്? ആ സ്വർഗം എവിടെയാണ്? സ്വർഗം എവിടെയാണ്? നിങ്ങൾ പറയുന്ന സ്വർഗത്തിലേക്ക് 2 കവാടങ്ങൾ, 2 ഡോറുകൾ ഈ ദുനിയാവിൽ എല്ലാം തുറക്കപ്പെട്ടിട്ടുള്ള മഫ്തൂഹാനി ഇലൽ ജന്നാ, സ്വർഗത്തിലേക്ക് തുറക്കപ്പെട്ട 2 കവാടങ്ങളാണ്. ഒന്ന് നിന്നെ പ്രസവിച്ച ഉമ്മയാ മോനെ, നിന്നെ പോച്ചു വളർത്തിയ ഉമ്മയാ മോനെ. രണ്ടാമത്തെ നിന്റെ പ്രിയപ്പെട്ട ബാപ്പയാണ്. ഉമ്മയും ബാപ്പയും അത് വല്ലാത്തൊരു ജന്മമാണ്. ഉമ്മയും ബാപ്പയും അത് വല്ലാത്തൊരു ജന്മമാണ്. റബ്ബേ, ഞങ്ങളെ ഉമ്മാടെ പൊരുത്തം നീ നൽകണേ അല്ലാഹ്. ഉമ്മാടെ പൊരുത്തം നീ നൽകണേ അല്ലാഹ്. ബാപ്പാടെ പൊരുത്തം നീ നൽകണേ അല്ലാഹ്. ഉമ്മയുടെയും ബാപ്പയുടെയും പൊരുത്തമുള്ള മക്കളായി വളരാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ റഹ്മാനേ. ഉമ്മാടെ ബാപ്പാടെ പൊരുത്തമുള്ള മക്കളായിട്ട് വളരാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാഹ്.
എന്റെ പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളോട് സ്നേഹത്തോടെ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളെ മക്കളെ നിങ്ങൾ ശപിക്കാൻ പാടില്ല. നിങ്ങളെ ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും അവരെ നിങ്ങൾ ഒരിക്കലും ശപിച്ചു പോകരുത്. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഇത് നാരിയത്ത് സ്വലാത്തിന്റെ മജ്‌ലിസാണ്. സ്ക്രീനിൽ നിങ്ങൾ നാരിയത്ത് സ്വലാത്ത് കാണുന്നില്ലേ? ആ സ്വലാത്ത് മുന്നേറ്റിയിട്ട് സ്നേഹം കൊണ്ട് ഉസ്താദ് പറയുകയാണ്, നിങ്ങളുടെ ഒരു പൊന്നുമോനെ പോലെ നിങ്ങൾ എന്നെ കണ്ടിട്ട് നിങ്ങളത് കേൾക്കണം. ഉപ്പമാരെ, നിങ്ങളെ മക്കളെ നിങ്ങൾ ശപിക്കാൻ പാടില്ല. തെറ്റുകൾ സംഭവിച്ചാലും നിങ്ങളെ മക്കളെ പോലെ നിങ്ങളെ വീട്ടിലേക്ക് കയറി വന്ന മരുമക്കളുണ്ടല്ലോ, ആ മരുമക്കളോട് സ്നേഹത്തോടെ നിങ്ങൾ പെരുമാറണേ. ഒരിക്കലും അവരെ നിങ്ങൾ ശപിക്കരുത്. പിഴവുകൾ വന്നാൽ പൊരുത്തപ്പെട്ടു കൊടുക്കണേ. ഒരു മക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോ അതിന്റെ വിഷമം നിങ്ങൾ അറിയോ? അതിന്റെ പ്രയാസം നിങ്ങൾ അറിയോ? പിന്നെ അവർക്ക് വിജയമുണ്ടോ? പിന്നെ അവർക്ക് വിജയമുണ്ടോ? പിന്നെ അവർക്ക് വിജയമുണ്ടോ? പിന്നെ അവർക്ക് വിജയമുണ്ടോ? പാവങ്ങളാണ്. വീട് വിട്ടിറങ്ങി കോട്ടേഴ്സിൽ താമസിക്കുന്ന നിങ്ങളെ മകനും നിങ്ങളെ മരുമകളും എത്ര സങ്കടമുണ്ടാകും. ഒരു പക്ഷേ മകന്റെ അടുക്കൽ പിഴവ് സംഭവിച്ചിരിക്കാം, ഒരു പക്ഷേ മരുമകളടുക്കൽ പിഴവ് സംഭവിച്ചിരിക്കാം. നിങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. മക്കളല്ലേ, വളർന്നു വരികയല്ലേ, പുതുതലമുറയല്ലേ. ആ പുതുതലമുറയിലെ മക്കൾക്കോ മരുമക്കൾക്കോ ചിലപ്പോ പിഴവുകൾ സംഭവിച്ചാൽ വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കലല്ല, ഒരു ഉപ്പ ചെയ്യേണ്ടത് അതല്ല. ഉമ്മമാരെ, സ്നേഹത്തോടെ പിഴവുകളെ പറഞ്ഞു കൊടുക്കുന്നിടത്താണ് നിങ്ങളൊരു ഉമ്മയായി മാറുന്നത്, നിങ്ങളൊരു ബാപ്പയായി മാറുന്നത്. മകനെയും മരുമകനെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുമ്പോഴാണ് നിങ്ങളൊരു മാതാപിതാക്കളായി സന്തോഷത്തോടെ മാറുന്നതെന്ന് എന്റെ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. മരുമക്കളടുക്കൽ പിഴവ് വന്നു കഴിഞ്ഞാൽ അത് എല്ലാവരോടും പറഞ്ഞ് പ്രശ്നമാക്കുന്നതല്ല, പകരം സ്നേഹത്തോടെ അവരെ ഉപദേശിക്കുകയാണ് വേണ്ടത്. നേരെ തിരിച്ചങ്ങനെയാണ്. ഭർത്താവിന്റെ ഉമ്മന്റെ അടുക്കൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാല് സ്നേഹത്തോടെ അത് ഇടപെടുകയാണ് വേണ്ടത്, അതല്ലാതെ അവിടെ പിണങ്ങല്ല വേണ്ടത്. അല്ലാഹുവേ, ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് താലോലം താരാട്ട് മധുരിക്കുന്നൊരു പാട്ട്. ഉമ്മാനെ മറക്കല്ലേ, നോവും കൊടുക്കല്ലേ, ഇരുലോകം കളയല്ലേ, നരകം നീ തേടല്ലേ. കേട്ടില്ലേ? ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് താലോലം താരാട്ട് മധുരിക്കുന്നൊരു പാട്ട്. ഉമ്മാനെ മറക്കല്ലേ, നോവും കൊടുക്കല്ലേ, ഇരുലോകം കളയല്ലേ, നരകം നീ തേടല്ലേ. ബാപ്പാനെ മറക്കല്ലേ, നോവും കൊടുക്കല്ലേ, ഇരുലോകം കളയല്ലേ, നരകം നീ തേടല്ലേ. കാൽപാദം സുവർഗമാണ്, നബിയോരും പറഞ്ഞതല്ലേ. ജന്നാത്തിൻ വഴിയാതെന്ന് വെള്ളാരം കല്ലാമനമല്ലേ. ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് താലോലം താരാട്ട് മധുരിക്കുന്നൊരു പാട്ട്. ഉമ്മാനെ മറക്കല്ലേ, നോവും കൊടുക്കല്ലേ,
ഇരുലോകം കളയല്ലേ, നരകം നീ തേടല്ലേ, ഉപ്പാനെ മറക്കല്ലേ, നോവും കൊടുക്കല്ലേ, ഇരുലോകം കളയല്ലേ, നരകം നീ തേടല്ലേ. അല്ലാ, ഞങ്ങളെ ഉമ്മാക്കും ബാപ്പാക്കും നീ സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാക്കും ബാപ്പാക്കും നീ സ്വർഗം നൽകണേ അല്ലാ. നീ സ്വർഗം നൽകണേ അല്ലാ. ജീവിതകാലം അവരുടെ പൊരുത്തം കിട്ടിയതുപോലെ മരണശേഷവും ഉമ്മാനെയും ബാപ്പാനെയും പൊരുത്തം കിട്ടിയവരായി നമ്മൾ മാറണം പ്രിയപ്പെട്ടവരെ. അവരുടെ ഒരു കാവലുണ്ടെങ്കിൽ, അവരുടെ ഒരു തിരുനോട്ടമുണ്ടെങ്കിൽ ഒരാളെ മുമ്പിലും നമ്മൾ പരാജയപ്പെടൂല, ഒരാളെ മുമ്പിലും നമ്മൾ പരാജയപ്പെടേണ്ടി വരൂല, ഒരാളെ മുമ്പിലും നമ്മൾ പരാജയപ്പെടേണ്ടി വരൂല. ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലം നമ്മളെ ജീവിതത്തിന്റെ സ്വർഗകാലമാണ്. ബാപ്പ ജീവിച്ചിരിക്കുന്ന കാലം നമ്മുടെ ജീവിതത്തിന്റെ സ്വർഗകാലമാണ്. ആ കാലത്ത് നമ്മൾ ആസ്വദിക്കുന്ന സന്തോഷവും സമാധാനവും പിന്നെ നമുക്ക് അവര് മരണപ്പെട്ട് കഴിഞ്ഞാലും മരണം വരെ നമുക്ക് ലഭിക്കൂല. വേൾഡിന്റെ ഏത് ലോകത്ത് അല്ലാഹു നമ്മളെ എത്തിച്ചാലും ഉമ്മയും ബാപ്പയും ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ ആസ്വദിക്കുന്ന സുഖമുണ്ടല്ലോ. ഉമ്മയും ബാപ്പയും ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ ആസ്വദിക്കുന്ന സന്തോഷമുണ്ടല്ലോ. അത് ജീവിതത്തിൽ അവരെ മരണശേഷം ലഭിക്കൂല. ചെറുപ്പക്കാരാ, ലഭിക്കൂല. പൊന്നുമോനെ, പൊന്നുമോളെ. അതുകൊണ്ട് സ്നേഹത്തോടെയാണ് ഉസ്താദ് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. ആ രണ്ട് തങ്കക്കുടങ്ങളെ ആർക്ക് വേണ്ടിയും നിങ്ങൾ മാറ്റി നിർത്തരുത്. ഒരാൾക്ക് വേണ്ടിയും ഉമ്മാനെ നിങ്ങൾ മാറ്റി നിർത്തരുത്. ഞാനത് പറയുന്നത് ഇന്നൊരു ചെറുപ്പക്കാരനെന്ന് എന്റെ മുമ്പിൽ ആ സങ്കടം പറഞ്ഞതുകൊണ്ട് ആ കൂട്ടുകാരൻ ഈ മജ്‌ലിസ് കേൾക്കുന്നവനാണ്. ആ കൂട്ടുകാരനടക്കം ലോകത്തുള്ള മുഴുവൻ മക്കളോട് സ്നേഹത്തോടെ ഉസ്താദ് പറയാണ്, ഓരോ അച്ഛന്റെയും അമ്മയുടെയും കണ്ണീര് ആ മക്കളെ നിങ്ങൾ മനസ്സിലാക്കണോ. ഇത് എല്ലാവരോടും കൂടിയുള്ള വാക്കാണ്, സ്നേഹത്തോടെയുള്ള വാക്കാണ്. മുസ്ലിമീങ്ങളോടും അമുസ്ലിമീങ്ങളോടുമുള്ള സ്നേഹത്തോടെയുള്ള വാക്കാണ്. മോനെ, നിന്റെ ഉമ്മാനെ നീ വെറുക്കരുത്. മോനെ, നിന്റെ ബാപ്പാനെ നീ വെറുക്കരുത്. മോനെ, നിന്റെ അച്ഛനെ നീ വെറുക്കരുത്. മോനെ, നിന്റെ അമ്മയെ നീ വെറുക്കരുത്. അവരില്ലാത്തവര് സ്വർഗം തേടിയിട്ട് ഈ ദുനിയാവിൽ നീ അലയണ്ട മോനെ, അലയണ്ട മോളെ. നിന്റെ അമ്മയില്ലാത്ത ലോകം മോളെ നിനക്ക് വേണ്ട. അറിവിന്നിലാവ് ഒരുപാട് അമുസ്ലിം സഹോദര സഹോദരിമാരെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് 13 കുടുംബങ്ങളാണ് അമുസ്ലിമീങ്ങളായ അമ്മമാരും ചേച്ചിമാരും ഇവിടെ വന്നിട്ടുള്ളത്. സങ്കടം പറയാൻ അവരിൽ പലരും പറയാറുണ്ട്, ഞങ്ങൾ ഉസ്താദെ അറിവിന്നിലാവ് കാണാറുണ്ട്. അതുകൊണ്ടാണ് സ്നേഹത്തോടെ ഞാൻ പറയാണ്, നിന്റെ ഉമ്മയും വാപ്പയും മോനെ, നിന്റെ അമ്മയും അച്ഛനും നിന്റെ കാരണം കൊണ്ട് കരയാൻ പാടില്ല, സങ്കടപ്പെടാൻ പാടില്ല. പിണക്കങ്ങളെല്ലാം മാറ്റണോ. അവരെ മുമ്പിൽ നമുക്ക് തോറ്റുകൊടുത്താൽ നമുക്ക് ഒന്നും വരൂല മക്കളെ. ഉമ്മാടെ മുമ്പിൽ തോൽക്കുന്നവൻ വിജയിച്ചവനാണ്, ബാപ്പാന്റെ മുന്നിൽ തോറ്റവൻ വിജയിച്ചവരാണ്. ഉമ്മയോട് ജയിക്കാമെന്ന് കയറിയിട്ട് ഉമ്മാനെ കോടതിയുടെ ഒരു ഭാഗത്തും നീ അപ്പുറത്ത് നിന്ന് വാദിച്ചാൽ, ബാപ്പയെ തോൽപ്പിക്കാമെന്ന് കയറിയിട്ട് വെള്ളിയാഴ്ച കോടതിയിൽ കയറിയിട്ട് ഉപ്പാനെ ഒരു ഭാഗത്തും നീ മറ്റൊരു ഭാഗത്തും നിന്ന് വാദിച്ചാൽ എവിടെയാണ് നമുക്ക് വിജയമുള്ളത്? ഒരു വക്കീലിനെയും സ്വാധീനിക്കാൻ കഴിയാത്ത ഒരു പരലോകത്തെ കോടതി നമുക്ക് വരാനുണ്ടെന്ന് മറന്നു പോകരുത്. അവിടെ
ഒരു വക്കീലും നമ്മെ സഹായിക്കാൻ വരൂല, ഒരു ജഡ്ജിയുടെ സഹായം നമുക്ക് പരലോകത്ത് ലഭിക്കൂല, ഒരു പോലീസുകാരുടെ പ്രൊട്ടക്ഷനും നമുക്ക് പരലോകത്ത് ലഭിക്കൂല. ഇവിടെ കേസ് കൊടുത്താൽ സ്വാധീനമുണ്ടെങ്കിൽ എന്ത് നേടിയെടുക്കാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ സത്യസന്ധമായ രൂപത്തില് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അതിന്റെ ശരിയായ റൂട്ടിൽ ചിലപ്പോൾ നമ്മളെ രക്ഷപ്പെടുത്തും. സംഗതിയൊക്കെ ശരിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഒന്നിനും ഒരു സ്വാധീനം കഴിയാത്ത ലോകമാണ് പരലോ. അവിടെ നമുക്ക് വിജയിക്കണം. അതുകൊണ്ട് സ്നേഹത്തിന്റെ ഭാഷയിൽ മാത്രം ഉസ്താദ് പറയാണ്. അപ്പൊ ഞാൻ ഈ മജ്‌ലിസ് ഇത് കേൾക്കുമ്പോ ഉമ്മനോടും ബാപ്പനോടും പിണങ്ങി നിൽക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാകുമല്ലോ, ഓലുണ്ടാവും. ഇത് കേൾക്കണേ, നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങളെ കുറ്റപ്പെടുത്താണെന്ന് നിങ്ങൾ കരുതരുത്. സ്നേഹത്തിന്റെ ഭാഷയിലാണ് ഉസ്താദ് നിങ്ങളോട് പറയുന്നത്, സ്നേഹത്തിന്റെ ഭാഷയിൽ. ഇനി ഇതൊക്കെ അങ്ങനെ കേട്ടിട്ട് അറിവില്ല ഉസ്താദ് പറയണ കേട്ടില്ലേ, ഓ അങ്ങോട്ട് വരട്ടെ, ഓ ഇങ്ങോട്ട് വരട്ടെ, അങ്ങനെ പറഞ്ഞ് വാശി പിടിക്കരുത്. ഒന്ന് ഫോൺ വിളിച്ചു നോക്കുക, ഒന്ന് ഫോൺ വിളിച്ചു നോക്കുക. നിങ്ങളെ ഉമ്മാക്ക്, നിങ്ങളെ പൊന്നുമോന് നിങ്ങളൊന്ന് ഫോൺ വിളിച്ചു നോക്കാം. അതിന് നമുക്ക് മനസ്സ് വരണം. തെറ്റിപ്പോയ മോനോട് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ, എന്റെ ചോരയല്ലേ, ഒന്ന് വിളിച്ചു നോക്കുക. എന്റെ മരുവൾക്ക് ഓള് തെറ്റിപ്പോയിട്ട് കുറെ ദിവസമായി, ഒന്ന് വിളിച്ചു നോക്കുക, ഒന്ന് വിളിച്ചോക്കുക. അതിനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം, അതിനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. അങ്ങനെ സ്നേഹത്തിന്റെ ലോകം പടുത്തുയർത്തണം നമ്മൾ. പിണക്കങ്ങളൊക്കെ കുടുംബത്തിൽ സ്വാഭാവികമാണ്. അതിലൊന്നും ആരെ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എപ്പോഴും സന്തോഷം, തെറ്റുകളൊക്കെ ഉണ്ട്, പൊരുത്തപ്പെട്ട് കൊടുക്കാനും പരസ്പരം സ്നേഹത്തിന്റെ ലോകം പടുത്തുയർത്താനും എന്റെ അറിവിനിലാവിന്റെ കുടുംബങ്ങളെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ അങ്ങനെ ശ്രമിക്കണം. തെറ്റിക്കഴിയരുത്. ഞാനേ 2 ദിവസങ്ങൾക്ക് മുമ്പ് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് മംഗലാപുരത്ത് പോയില്ലേ. മംഗലാപുരത്ത് പോണീന്റെ തലേ ദിവസം നമ്മള് വേങ്ങരയിലെ പ്രിയപ്പെട്ട ഹാജിയാരെ, നമ്മുടെ ഒരു പ്രിയപ്പെട്ട പേര് ഞാൻ മറന്നുപോയില്ല റബ്ബേ, നമ്മളെ പ്രിയപ്പെട്ട സ്നേഹിതനാണ്, ഹാജിയാരെ വീട്ടിൽ നമ്മൾ മജ്‌ലിസ് നടത്തി. അള്ളാഹു ഓൽക്കും കുടുംബത്തിന് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, നല്ല ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ അവിടുന്ന് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയാണ്, ഉസ്താദെ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ ആലോചിച്ചോക്കണം. ഞാൻ അവിടെ വന്ന ആളുകളൊക്കെ ഇങ്ങനെ അവരൊക്കെ ഇങ്ങനെ ഓരോ വിഷമം വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു കൂട്ടുകാരൻ പറഞ്ഞ, സ്വത്ത് തർക്കത്തിന്റെ പേരിൽ 7 വർഷമായി ഞങ്ങൾ പിണക്കത്തിലായിരുന്നു, ഞങ്ങൾ മിണ്ടിയിട്ടുണ്ട്. 2 പേരും എന്ന് പറയാണ്, മിണ്ടിയ 2 പേരും എന്ന് പറയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പിണങ്ങിക്കഴിഞ്ഞ 7 വർഷമായി സ്വത്ത് തർക്കത്തിന്റെ പേരില് അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിക്കഴിഞ്ഞ 2 കുടുംബങ്ങളെ അന്ന് അവിടെ വീട്ടിൽ വന്നിരുന്നു. വേങ്ങര കൊണ്ടോട്ടി AR നഗർ ഭാഗത്ത് പ്രിയപ്പെട്ട ഹാജിയാരെ വീട്ടില് അറിവിനിലാവിന്റെ മജ്‌ലിസ് നടന്ന പന്നവരാ 2 കുടുംബങ്ങൾ വന്നിരുന്നു. അൽഹംദുലില്ലാഹ് അവര് പറയാണ്, 7 വർഷത്തിന് ശേഷം ഞങ്ങളെ ഒന്നിപ്പിച്ചത് നിങ്ങളാട്ടോ. അൽഹംദുലില്ലാഹ്. ഞാൻ ചോദിച്ചു എന്തായിരുന്നു? ആരിഫ് ഹാജി. ആരാ റബ്ബേ കമന്റിൽ വന്നല്ലോ, ആരിഫ് ഹാജിന്റെ കുടുംബക്കാരോ, ആരിഫ് ഹാജി. ഞാനത് മറന്ന്, ആയിക്കോട്ടെ, ഹാരിഫ് ഹാജി. ഇൻഷാ അല്ലാഹ് ഹാരിഫ് ഹാജിക്കും കുടുംബത്തിന് അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഇവര് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനത് മറന്നുപോയി. 2 ദിവസം 3 ദിവസം മുമ്പ് പരിപാടി എവിടെയെന്ന് മറന്നുപോയി. ഇവരത് മറന്നിട്ടില്ല, കമന്റിൽ അതാ പറയണേ, ആരിഫ് ഹാജി ഫേമസ് ആയി. അള്ളാഹു ആരിഫ് ഹാജി പാവാണ്, ആരിഫ് ഹാജിക്കും കുടുംബത്തിന് അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ കുടുംബങ്ങള്, അവരുടെ ഉമ്മ അള്ളാഹു ശിഫ കൊടുക്കട്ടെ, ബാപ്പന്റെ ഖബർ അല്ലാഹ് സ്വർഗ്ഗാക്കട്ടെ. അവിടെ സുഖമില്ലാതെ ഒരു കുടുംബത്തിലൊരു ഉപ്പയുണ്ട്, അള്ളാഹുവേ നീ ശിഫ നൽകുക. അള്ളാഹ് ചെറിയൊരു കുഞ്ഞുണ്ട്, അവിടെ വളർച്ചയില്ല, അള്ളാഹു റാഹത്ത് നൽകട്ടെ. അപ്പൊ അവിടെ കുറെ കുടുംബങ്ങൾ വന്ന് സങ്കടം പറഞ്ഞിരുന്നു, അള്ളാഹുൽക്കൊക്കെ സമാധാനം കൊടുക്കട്ടെ. 7 വർഷത്തിന് ശേഷം ഉസ്താദേ അറിവിന്ദിലാവിന്റെ മജ്‌ലിസാണ് ഞങ്ങളെ ഒന്നിപ്പിച്ചതെന്ന് പറഞ്ഞ് ആരിഫ് ഹാജിയുടെ വീട്ടില് 2 സഹോദരങ്ങൾ വന്നിരുന്നു. എന്തേ പ്രശ്നം? സ്വത്ത് തർക്കത്തിന്റെ പേരിൽ പിണക്കമായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ട്. അതങ്ങ് കേട്ടപ്പോ തന്നെ അൽഹംദുലില്ലാഹ് വയറങ്ങ് നിറഞ്ഞു. അത് മതിയല്ലോ നമുക്ക്, അത് മതിയല്ലോ. എത്ര കുടുംബങ്ങൾ പിണങ്ങി നിൽക്കുന്നു. അപ്പൊ 2 കൂട്ടരും അറിവിന്ദിലാവ് കേൾക്കുന്നവരാണ്. അപ്പൊ ഒരു കൂട്ടർക്ക് തോന്നി സലാം പറഞ്ഞു നോക്കാന്നല്ലേ. അപ്പൊ മറ്റോലും ഇങ്ങനെ കാത്തിരിക്കേനു, ഓലൊന്ന് സലാം പറഞ്ഞിട്ട് വേണമെന്ന് മുണ്ടിക്കിട്ടാന്. അൽഹംദുലില്ലാഹ് അപ്പൊ 2 അടി യോജിച്ചു വന്നു. എന്തൊരു വലിയ സന്തോഷം, എന്തൊരു വലിയ സന്തോഷം. അൽഹംദുലില്ലാഹ് അങ്ങനെയാവണം നമ്മള്. പരസ്പരമുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട്, പിണക്കങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഇണങ്ങണം കൂട്ടുകാരാ. നിങ്ങൾ പരസ്പരം സലാം പറഞ്ഞിട്ട് മുണ്ടാത്ത കുടുംബം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞോളി, ഞാൻ ഇടപെട്ടോളാം ഇൻഷാ അല്ലാഹ്.
മിണ്ടണം, പരസ്പരം മിണ്ടണം. നിങ്ങൾ സലാം പറയും, സലാം പറഞ്ഞിട്ട് മടക്കിയിട്ടില്ലെങ്കിൽ പറയും, സലാം പറഞ്ഞിട്ട് മടക്കിയിട്ടില്ലേ പറഞ്ഞോളി, നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളി. ഇൻഷാ അല്ലാഹ് ഏറിപ്പോയാൽ നമുക്ക് ഓലോട് പറയാലോ, കാര്യങ്ങൾ പറയാലോ, നമ്മൾ പഠിച്ചല്ലേ നമുക്ക് പറയാലോ. ഞാൻ ഇടപെടും ഇൻഷാ അല്ലാഹ്. സ്നേഹത്തിന്റെ ഭാഷയിൽ നിങ്ങൾ പരസ്പരം സലാം പറയണം കേട്ടോ. ഓരെന്നോട് 10 കൊല്ലമായിട്ട് മുണ്ടണില്ല, നിങ്ങൾ അങ്ങോട്ട് മുണ്ടിയോ? ഞാൻ മുണ്ടിയില്ല. എന്തേ? ഓലിങ്ങോട്ട് മുണ്ടണില്ല. അതാ വരുത്. അല്ലെ നമ്മൾ 10 കൊല്ലം 12 കൊല്ലമായിട്ട് പിണക്കാണ്, നിങ്ങൾ അങ്ങോട്ട് സലാം പറയലുണ്ടോ? ഞാൻ പറയലൊന്നുമില്ല, കാരണം പോലും മടക്കൂല. അങ്ങനെയല്ലല്ലോ, നമ്മൾ പറയണം സ്നേഹത്തിന്റെ ഭാഷയിൽ. പിണക്കമില്ലാത്തൊരു കുടുംബമായി അറിവിൻ നിലാവിന്റെ കുടുംബം മാറട്ടെ. ഒരു പ്രശ്നങ്ങളില്ലാത്ത കുടുംബമായി അറിവിൻ നിലാവിന്റെ കുടുംബം മാറട്ടെ. ഒരു സങ്കടമില്ലാത്ത കുടുംബമായി അറിവിൻ നിലാവിന്റെ കുടുംബം മാറട്ടെ. ഒരു വിശാല മനസ്സുള്ള കുടുംബമായി അറിവിൻ നിലാവിന്റെ കുടുംബം മാറട്ടെ. ഒരു സന്തോഷമുള്ള കുടുംബമായി അറിവിൻ നിലാവിന്റെ കുടുംബം മാറട്ടെ. റബ്ബേ, ഈ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും സ്നേഹവും നീ നിലനിർത്തി തരണേ അല്ലാഹ്. ഇനി നമുക്ക് സ്വലാത്ത് ചൊല്ലാം. 11 നാരിയത്ത് സ്വലാത്ത് എല്ലാവരും ചൊല്ലിയേ. സമയം നമുക്ക് കുറവാണ്. 11 നാരിയത്ത് സ്വലാത്ത് ഇൻഷാ അല്ലാഹ്. ഈ കൂട്ടുകാര് വന്ന് എന്നോട് വിഷമം പറഞ്ഞത് കുറച്ച് കൂടിപ്പോയതാണ്. ഇൻഷാ അല്ലാഹ് സമയം കുറെ വൈകി. ഉമ്മാനെയും ബാപ്പാനെയും കുറിച്ച് പറയുമ്പോ അല്ലെങ്കിലും സമയമൊന്നും കഴിവില്ല അല്ലെ. മുത്തുനബിന്റെ മദ്ഹുകൾ പറയും പോലെയാണ്. മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞാല് അത് തീരൂലല്ലോ. അപ്പൊ അങ്ങനെ സമയം നോക്കാൻ മറന്നുപോയി, അങ്ങനെ നീണ്ടുപോയതാണ്. എങ്കിലും ഓലെ പൊരുത്തം കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ മജ്ലിസിൽ ഇരിക്കണ ഈ ഉമ്മയും ബാപ്പയും, അല്ലാഹുവേ, ഓല് നമ്മുടെ വീട്ടിൽ ഉണ്ടാണെന്നൊരു വെളിച്ചല്ലേ പ്രിയപ്പെട്ടവരെ, അല്ലെ? ഓല് നമ്മുടെ വീട്ടിൽ ഉണ്ടാവണമെന്നൊരു വെളിച്ചല്ലേ. പ്രായമായ ഉമ്മയും ബാപ്പയൊക്കെ നമ്മുടെ മജ്ലിസിലുണ്ട്. ഇതാ ഈ മജ്ലിസ് കാണുന്ന നിങ്ങളെ ഉമ്മാമയും നിങ്ങളെ ഉപ്പാപ്പയും ഓല് നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്നത് തന്നെ വീടിനൊരു വെളിച്ചമാണ്, വീടിനൊരു സമാധാനമാണ്, വീടിനൊരു അലങ്കാരമാണ്, വീട്ടിലൊരു സന്തോഷാണ്. ഓല് സുഖല്ലാതെ വീട്ടിലൊരു മൂലയിൽ കിടക്കാണെങ്കിലും അത് വീട്ടിലൊരു ബറക്കത്താണ്. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും. അല്ലാഹുവേ, ഞങ്ങളെ ഉമ്മാക്കും ബാപ്പാക്കും നീ റാഹത്ത് നൽകണേ അല്ലാഹ്. നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് അവർക്ക് നൽകണേ അല്ലാഹ്. ഒരു 11 നാരിയത്ത് സ്വലാത്ത് എല്ലാവരും ഒന്ന് ചൊല്ലിയ. ഒരു 11 നാരിയത്ത് സ്വലാത്ത്. നമ്മുടെ അറിവിൻ നിലാവ് കുടുംബങ്ങളിൽ കല്യാണം ശരിയാവാത്ത കുറെ സഹോദര സഹോദരിമാരുണ്ട്, കുറെ അമ്മമാരെ മക്കളുണ്ട്, കുറെ അച്ഛന്മാരെ മക്കളുണ്ട്, കുറെ ഉമ്മമാരെ ബാപ്പമാരെ മക്കളുണ്ട്. നമ്മൾ ചൊല്ലുന്ന നാരിയത്ത് സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ആ മക്കളെ കല്യാണങ്ങളൊക്കെ അല്ലാഹ് റെഡിയാക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഫൈസൽ ബാബു അടക്കമുള്ള, എത്രയോ യൂസുഫ് വല്ലപ്പുഴക്കമുള്ള, റഹീം കയടക്കമുള്ള ഒരുപാട് പ്രിയപ്പെട്ട കൂട്ടുകാർ. സിദ്ദീഖ് ചങ്ങാൻ നമ്മുടെ അറിവിൻ നിലാവിന്റെ ചങ്ക് കൂട്ടുകാരനാണ്. അല്ലാഹുവേ, അറിവിൻ നിലാവിൻ ഏത് സമയത്ത് എപ്പോഴെങ്ങോട്ട് വിളിച്ചാലും കൂടെ പോരുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരിൽപ്പെട്ട കൂട്ടുകാരനാണ് സിദ്ദീഖ് അടക്കം. അല്ലാഹ് അവർക്കൊക്കെ മക്കളുണ്ടായി ഞങ്ങൾക്ക് കാണണം അല്ലാഹ്. മക്കളില്ല എന്ന് പറഞ്ഞ് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ച കുറെ തങ്ങന്മാരുണ്ട്, ഉസ്താദുമാരുണ്ട്, ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഒരുപാട് അധ്യാപകരുണ്ട്, ടീച്ചർമാരുണ്ട്, എത്രയോ സഹോദര സഹോദരിമാരുണ്ട്. അല്ലാഹ്, ആരെല്ലാം ഞങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടോ അവർക്കെല്ലാം ഞങ്ങളിൽ ചൊല്ലാൻ പോകുന്ന നാരിയത്ത് സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് മക്കളെ നീ നൽകണേ അല്ലാഹ്. ഇന്ന് ഒരു അമുസ്ലിമായ സഹോദരിയടക്കം പ്രിയപ്പെട്ടവരെ 9 സന്തോഷവാർത്തയാണ് നമ്മളെ കേട്ടിട്ടുള്ളത്. 9 സന്തോഷവാർത്ത ഇന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. 9 കുടുംബങ്ങൾക്ക് മക്കളുണ്ടായ സന്തോഷം റബ്ബേ നീ അത് നിലനിർത്തണം അല്ലാഹ്. അതിൽ നിന്ന് ഞാനൊന്ന് എടുത്തു പറയട്ടെ. ഒരു പ്രിയപ്പെട്ട ഉസ്താദ്, റബ്ബേ ആ ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയായി 2 തവണ പ്രസവിച്ച
പ്രസവിച്ചു, മക്കള് മരണപ്പെട്ടു പോയി. 2 തവണ പ്രസവിച്ചു, മക്കള് മരണപ്പെട്ടു പോയി. ഇന്ന് ആ സഹോദരി വന്നിട്ട് ഒരുപാട് കണ്ണീരോടെയാ ദ്വാരക്കാൻ ഏൽപ്പിച്ചത്. ഞാൻ പറഞ്ഞു, മോളെ നീ കരയണ്ട, നിന്റെ 2 മക്കളെ മരണപ്പെട്ടു പോയി. നീയും നിന്റെ ഭർത്താവും നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ ആ സ്വർഗത്തിന്റെ 2 കവാടത്തിങ്ങള് ആ മക്കളിൽ നിന്ന് കാത്തിരിക്കും. മോളെ ഒരിക്കലും നീ കരയണ്ട, ഒരിക്കലും നീ കരയണ്ട. ആ പ്രിയപ്പെട്ട ഉസ്താദ് 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിരുന്നു. അറിവിന്നിലാവിന്റെ മജ്‌ലിസില് 2 മക്കള് മരണപ്പെട്ടു പോയി. ഇനി ഭാര്യ ഗർഭിണിയാവണമെന്ന് പറഞ്ഞ് 2 മാസമോ 3 മാസമോ മുമ്പ് ഉസ്താദ് വന്നിരുന്നു. ഇന്നും വന്നിരുന്നു. അൽഹംദുലില്ലാഹ്, ഇന്ന് വന്ന സന്തോഷത്തിന്റെ വാക്ക് പറയാനാ. 2 കുഞ്ഞുമക്കൾ മരണപ്പെട്ടു പോയതാ. അല്ലാഹുവേ ഉസ്താദേ, 3ാമത് എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണ് കേട്ടോ എന്ന സന്തോഷം പറഞ്ഞിട്ട് ഭാര്യയുമായി ഉസ്താദ് ഇവിടെ വന്നിരുന്നു. ചോദിച്ചു, എത്ര മാസമായി? 1.5 മാസമായി. അൽഹംദുലില്ലാഹ്, അറിവിന്നിലാവ കുടുംബങ്ങളെ നിങ്ങളെന്ന് അൽഹംദുലില്ലാഹ് പറഞ്ഞ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇനി നിങ്ങളെ മനസ്സറിഞ്ഞ് ആമീൻ പറയണം. എന്തിനാണെന്നറിയോ? 2 കുട്ടികളെ മരണപ്പെട്ടു പോയി. 2 കുട്ടികൾ മരണപ്പെട്ടു പോയി. ഇനി 3ാമത് ഗർഭിണിയാണ്. ഈ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിന് ഒരു അസുഖവുമില്ലാതെ സാറാഹത്തായ നിലക്ക് ആ പ്രിയപ്പെട്ട സഹോദരി പ്രസവിക്കണോ? ഇൻഷാ അല്ലാഹ് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്. എന്തിനാണ്? കഴിഞ്ഞ 2 മരണം സംഭവിച്ചതുപോലെ ഇതും സംഭവിക്കോ എന്നറിയാനൊരു ടെസ്റ്റ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് ആ ടെസ്റ്റിലെ റിസൾട്ട് ഇവർക്ക് അനുകൂലമാവണം. അറിവിന്നിലാവ കുടുംബങ്ങളെ ആമീൻ പറഞ്ഞാൽ അത് അനുകൂലമാകും എന്ന് ഉസ്താദിന് ഉറപ്പാണ്. അതുകൊണ്ട് ഉമ്മമാരെ, ഹജ്ജ് ചെയ്ത ഉമ്മമാരും ഉപ്പമാരും ഈ മജ്‌ലിസിലുണ്ടല്ലോ, ഉംറ ചെയ്തവര് ഈ മജ്‌ലിസിലുണ്ടല്ലോ, തങ്ങന്മാരെ ഈ മജ്‌ലിസിലുണ്ടല്ലോ, ഉസ്താദുമാരെ ഈ മജ്‌ലിസിലുണ്ടല്ലോ, പ്രായം ഒരുപാടായ ഉമ്മമാരും ബാപ്പമാരും സഹോദര സഹോദരിമാരും നമ്മുടെ പൂമാറ്റ മക്കളും ഈ മജ്‌ലിസിലുണ്ടല്ലോ. എല്ലാവരും അങ്ങ് മനസ്സറിഞ്ഞ് ആമീൻ പറഞ്ഞേ. അല്ലാഹ് ആ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഭാര്യക്ക് നീ റാഹത്തുള്ള സുഖപ്രസവം നൽകണേ. അല്ലാഹ് നിങ്ങൾ ആമീൻ പറയ. റബ്ബേ നീ സുഖപ്രസവം നൽകണേ. അല്ലാഹ് നീ സുഖപ്രസവം നൽകണേ. അല്ലാഹുവേ ആ പ്രിയപ്പെട്ട സഹോദരി റംസില എന്ന് പറയുന്ന പ്രിയപ്പെട്ട ആ സഹോദരി, അല്ലാഹ് ആ ഗർഭാശയത്തിൽ വളരുന്ന ഈ കുഞ്ഞിന് ഒരു പ്രയാസവുമില്ലാതെ, ഒരു സങ്കടവുമില്ലാതെ, ഒരു പ്രശ്നവുമില്ലാതെ റാഹത്തായി സന്തോഷത്തോടെ ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാൻ സൗഭാഗ്യം നൽകണേ. അല്ലാഹ് നാരിയത്തുസ്സലാത്ത് മുന്നിൽ തീട്ടാ റബ്ബേ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത് മടവൂർ ശൈഖുനാനെ മുൻനിർത്തിയിട്ടാ ഞങ്ങൾ ചോദിക്കുന്നതിനെ. ഇനി ആ ഉസ്താദ് വന്ന് പറയണം, സഖാഫി ഭാര്യ പ്രസവിച്ചു, കുഞ്ഞിന് പ്രശ്നമില്ല, റാഹത്താണ്, ആരോഗ്യവാനാണ് എന്ന് പറയണം. നമുക്കത് കേൾക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. റംസിലാന്റെ ആ 2 മക്കളെ സ്വർഗത്തിലെ വലിയ നിധിയാക്കണേ. അല്ലാഹ് സ്വർഗത്തിലെ വലിയ നിധിയാക്കണേ. അല്ലാഹ് നിങ്ങൾ അറിഞ്ഞില്ലേ, 2 ദിവസങ്ങൾക്ക് മുമ്പ് വിദേശത്തെ കാരണഭഗത്തിൽ മരണപ്പെട്ടു പോയത് 5 പ്രിയപ്പെട്ടവരാണ്. ഉമ്മയും ബാപ്പയും 3 ചെറിയ മക്കളും. അല്ലാഹുവേ, ഞാൻ മംഗലാപുരത്തു നിന്ന് പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഒരു സഹോദരൻ എനിക്കതിന്റെ വീഡിയോ അയച്ചു തന്നത്. വാഹനം ആക്സിഡന്റ് ആകുന്നതിന്റെ വീഡിയോ. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്ത സങ്കടം വന്നുപോയി. അല്ലാഹ്, ഒരു ഉമ്മയും ബാപ്പയും 3
3 ചെറിയ മക്കളും. അല്ലാഹുവേ, മരിച്ചപ്പോൾ തന്നെ ഞാൻ മനസ്സുകൊണ്ട് കരുതി ഇവരെ വീട്ടിലൊന്ന് പോവണം, ദ്വാരിക്കണം. ഇവര് എവിടത്തുകാരാണെന്ന് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു. അപ്പോഴാണ് ഇന്ന് അവരുടെ ഒരു കുടുംബം ഇവിടെ വന്നിരുന്നു. ബേപ്പൂരിൽ നിന്ന് പ്രിയപ്പെട്ട ബാവഹാജിയും കുടുംബവും. അവര് പറഞ്ഞു, ഉസ്താദേ, ഞങ്ങളെ കുടുംബമാണ് മിനിയാന്ന് മരണപ്പെട്ടു പോയത്. നീ അവരെ ഖബർ സ്വർഗമാക്കണേ റഹ്മാനെ. 5 പേർക്കുമുള്ള ഖബർ പള്ളിപ്പറമ്പിൽ ഒരേ രൂപത്തിൽ ഒരുക്കിയിരിക്കുകയാണ്. ഉമ്മയും ഉപ്പയും 3 മക്കളും. ഒരു വീട്ടിലേക്ക് 5 മയ്യത്താണ് നാളെ വരുന്നത്. ബേപ്പൂരിൽ നിന്ന് മരണപ്പെട്ടു പോയ കുടുംബം സഹിക്കാൻ കഴിയോ നമുക്ക്? ആ ചെറുപ്പക്കാരന്റെ വീട് മണി പൂർത്തിയാവാനായി. 5 ജനാസകളാണ് ഇന്നത്തെ ഫ്ലൈറ്റിൽ, അതല്ലെങ്കിൽ നാളെ രാവിലെ ഇവിടെ ഇറങ്ങുന്നത്. അല്ലാഹുവേ, ആ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ റഹ്മാനെ. ആ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ റഹ്മാനെ. ഞങ്ങളെ പാവപ്പെട്ട പ്രവാസികൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് അവിടെ ചെന്ന് ജോലി ചെയ്യുന്നത്. പലരും ഗൾഫിലൊക്കെ വാഹനത്തിൽ പോകുന്നത് തന്നെ വല്ലാത്തൊരു പേടിയാണ്. അത്രയും ഹൈ സ്പീഡിലുള്ള യാത്രയാണ്. ഒരു അപകടത്തിലും ആരെയും നീ പെടുത്തല്ലേ അല്ലാഹ്. ഒരു അപകടത്തിലും നീ ആരെയും പെടുത്തല്ലേ അല്ലാഹ്. നാളെ ആ 5 പേരുടെയും മയ്യത്ത് നാളെ നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ആ മയ്യത്ത് നാട്ടിലേക്ക് എത്താൻ വേണ്ടി അവിടെ ആരെല്ലാം കഠിനാധ്വാനം നടത്തി പേപ്പർ വർക്കുകളൊക്കെ ക്ലിയർ ആവാൻ പ്രവർത്തിച്ചോ, അവർക്കെല്ലാം നീ റാഹത്ത് നൽകണേ റഹ്മാനെ. ഞാൻ UAE പോയപ്പോ താമരശ്ശേരിയിലുള്ള പ്രിയപ്പെട്ടൊരു അഷ്റഫ് കയുണ്ട്. അവിടെ താമരശ്ശേരിയിലുള്ള പ്രിയപ്പെട്ടൊരു അഷ്റഫ് കയുണ്ട്. അഷ്റഫ് ഖാൻ ഞാൻ പോയതാണ്. അഷ്റഫ് ഖാൻ ഞാൻ നേരിട്ട് കണ്ടതാണ്. അഷ്റഫ് ഖാന്റെ ജോലി തന്നെ അതാണ്, പാവപ്പെട്ടവരെ സഹായിക്കുക. UAEയുടെ പല ഭാഗത്തും മരണപ്പെട്ടു പോയ ആളുകളെ അവരുടെ പേപ്പർ വർക്കുകളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് ഫ്രീ ആയിട്ട്. അല്ലാഹുവേ, വല്ലാത്തൊരു സേവനമാണ് പ്രിയപ്പെട്ട താമരശ്ശേരി അഷ്റഫ് ചെയ്യുന്നത്. വല്ലാത്തൊരു സേവനമാണ്. ആ പ്രിയപ്പെട്ടവരുടെ ജനാസ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി രാവും പകലുമില്ലാതെ അഷ്റഫ് ഖാൻ ഓടുകയാണ്. പാവമാണ്. അഷ്റഫ് ഖാനും ഭാര്യക്കും മക്കൾക്കും ദീർഘായുസ് നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. പാവമാണ് റബ്ബേ, നീ ഒരു സ്ഥലത്തു നീ കൊടുക്കല്ലേ. എല്ലാ വിഷമങ്ങളും നീ മാറ്റണേ അല്ലാഹ്. അങ്ങനെ വിദേശത്ത് നിന്ന് മരണപ്പെട്ടവരുടെ മയ്യത്തുകൾ നാട്ടിലെത്തിക്കാൻ ആരെല്ലാം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ, ഏതെല്ലാം സംഘടനകൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ, അതൊക്കെ വല്ലാത്തൊരു കാരുണ്യ പ്രവർത്തനമാണ്. അവർക്കെല്ലാം ഈ സമാധാനം സന്തോഷം നൽകണേ റഹ്മാനേ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇൻഷാ അല്ലാഹ് ആ കുടുംബത്തിൽ പോവണം, ദ്വാരിക്കണം. ഞാൻ ആദ്യം തന്നെ കരുതിയതാണ്. അപ്പൊ ഇന്നവരെ കുടുംബം ഇവിടെ വന്ന് ബാവ ഹാജിയും കുടുംബം അള്ളാഹുൽക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഓലെ കുടുംബത്തിലാണ് മരിച്ചത്. അള്ളാഹു ആ മരണപ്പെട്ട പോലെ ഖബർ അള്ളാഹു സ്വർഗാക്കി കൊടുക്കട്ടെ. ഒരു കുടുംബത്തിലേക്ക് 5 മയ്യത്ത് കയറി വരികയാണ്. 5 മയ്യത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അങ്ങനെ നമുക്ക് ആലോചിക്കാൻ കഴിയോ? അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളെയും നാട്ടുകാരെയും അള്ളാഹുവിനെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ആ പ്രിയപ്പെട്ടവർക്ക് ജോലിയിൽ മാറ്റം കിട്ടി അങ്ങോട്ട് പോവാണ്. പോകുന്നതിന്റെ ഇടക്കാണ് ആക്സിഡന്റ് സംഭവിച്ചത്. അള്ളാഹുവേ, നീ അവർക്ക് ശുഹദാഇന്റെ പ്രതിഫലം നീ നൽകണേ റഹ്മാനെ. ശുഹദാഇന്റെ പ്രതിഫലം നൽകണമല്ല. സമയമായി പ്രിയപ്പെട്ടവനെ, സമയം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നാരിയത്തു സ്വലാത്ത് ചൊല്ലുകയാണ്. 11 നാരിയത്തു സ്വലാത്ത്. ആ 11 നാരിയത്തു സ്വലാത്ത് ചൊല്ലുമ്പോ ആരെല്ലാം ഈ മജ്‌ലിസിൽ നീയത്ത് വെച്ച് പങ്കെടുക്കുന്നുണ്ടോ, എല്ലാവരുടെ വിഷമങ്ങളും അങ്ങ് മാറണോ, എല്ലാവരുടെ പ്രയാസങ്ങളും അങ്ങ് മാറണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമാ അലാ സയ്യിദിനാ മുഹമ്മദ് الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى
ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى
وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. 11 നാരിയത്ത് സ്വലാത്താണ് അറിവിന്ദിരാവ് കുടുംബങ്ങളെ നമ്മൾ ചൊല്ലിയത്. എല്ലാ മുഅ്മിനീങ്ങളും 2 കൈയിലേക്ക് മൂന്നിട്ട് നിങ്ങളെ തല മുതൽ കാല് വരെ ഒന്ന് തടവിക്കൊടുത്തേ. ഉമ്മമാരെ, നിങ്ങളെ ഭർത്താവിന് നിങ്ങളൊന്ന് മന്ത്രിച്ചു കൊടുക്കുക. ഭർത്താക്കന്മാരെ, നിങ്ങളെ ഭാര്യയെ നിങ്ങളൊന്ന് മന്ത്രിച്ചു കൊടുക്കുക. ചെറുപ്പക്കാരാ, നിങ്ങളെ ഭാര്യ നിങ്ങളൊന്ന് മന്ത്രിച്ചു കൊടുക്കുക. മക്കളെ നിങ്ങളൊന്ന് മന്ത്രിച്ചു കൊടുക്കുക. നമ്മുടെ ജന്നു നാരിയത്ത് സ്വലാത്തിന്റെ മജ്‌ലിസിലുണ്ട്. എല്ലാവരോടും ടാറ്റ കൊടുത്താ, ടാറ്റ എടുക്ക്. എല്ലാവർക്കും ടാറ്റ കൊടുത്താ, കൊടുക്കേ. എല്ലാവർക്കും ടാറ്റ കൊടുക്ക്. എല്ലാവർക്കും ടാറ്റ കൊടുക്ക്. മതി 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 മതി. പച്ചി ചൊല്ലട്ടെ, പച്ചി ചൊല്ലട്ടെ. മതി 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 മതി. എല്ലാരും പരസ്പരം കണ്ടുകൊണ്ടും മന്ത്രിച്ചു കൊടുക്കി. അല്ലാഹുവേ, നീ കബൂലാക്കണേ. റഹ്മാനെ, സ്വീകരിക്കണം. അല്ലാ, സ്വീകരിക്കണേ. അല്ലാ, ഈ നാരിയത്ത് സ്വലാത്ത് ചൊല്ലി, ഈ നാരിയത്ത് സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ, ഞങ്ങളെ മജ്‌ലിസിൽ വച്ചമെല്ലാം ബറക്കത്തിന്റെ വെള്ളമാക്ക് റബ്ബേ. ശിഫയുടെ വെള്ളമാക്ക് അല്ലാ, ശിഫയുടെ വെള്ളമാക്ക് അല്ലാ. വാണിയമ്പലത്തിൽ നിന്ന് ഒരു പ്രിയപ്പെട്ട സഹോദരി വന്നിരുന്നു. ആ സഹോദരിയും സഹോദരിയുടെ ഭർത്താവും അവനെ കുടുംബങ്ങളും, ഉസ്താദേ, എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്തിരുന്നു. ഞാൻ കൊറോണ പോസിറ്റീവായി വെന്റിലേറ്ററിൽ കിടന്ന ആളായിരുന്നു. എനിക്ക് വേണ്ടി ഉസ്താദ് മജ്‌ലിസിൽ വെച്ച് ദുആ ചെയ്തിരുന്നു. അൽഹംദുലില്ലാഹ്, നിങ്ങൾ ദുആ ചെയ്ത ആളാണ് ഞാനെന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട സഹോദരി ഒരു നേർച്ചയും മറവുന്നിലാവുന്നതല്ലോ. അൽഹംദുലില്ലാഹ്, വെന്റിലേറ്ററിലായിരുന്ന ആ പ്രിയപ്പെട്ട സഹോദരി ഇന്ന് സന്തോഷം പറയാൻ ഇന്ന് നമ്മുടെ മജ്‌ലിസിൽ അവരെ കുടുംബസമേതം വന്നിരുന്നു. അല്ലാഹു ആ സഹോദരിക്കും കുടുംബത്തിലും ബറക്കത്ത് നൽകട്ടെ. അവരുടെ വിഷമങ്ങളെല്ലാം മാറ്റിക്കൊടുക്കട്ടെ. അങ്ങനെ സുഖമില്ലാത്ത മക്കളുണ്ടാവാം, സുഖമില്ലാത്ത ചെറിയ കുഞ്ഞുമക്കൾ നമ്മളെ വീട്ടിലുണ്ടാവാം. ഉമ്മ, നമുക്ക് കഴുത്തുറക്കാത്ത മക്കളെ വിഷമം നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ മക്കൾക്കൊരു രോഗമില്ലാതെ വരുമ്പോ മറ്റുള്ളവരുടെ വിഷമങ്ങൾ പലപ്പോഴും നമുക്കറിയൂല. പ്രസവിച്ചിട്ട് പാല് കുടിക്കാത്ത മക്കളുടെ സങ്കടം എത്രയാണ്. അല്ലാ, നടക്കേണ്ട പ്രായമായിട്ട് നടക്കാതെ വരുമ്പോ, സംസാരിക്കേണ്ട പ്രായമായിട്ട് സംസാരിക്കാതെ വരുമ്പോ, നമ്മുടെ മറ്റുള്ള മക്കളെല്ലാം ഉയർന്ന ക്ലാസുകളിലേക്ക് വിജയിച്ചു കയറി അപ്പോഴും നമ്മുടെ മക്കൾ പഠനത്തിൽ മോശമാകുമ്പോ നമ്മുടെ സങ്കടം എത്രയാണ്. അവർക്കെല്ലാം നിങ്ങൾ നാരിയത്ത് സ്വലാത്തിൽ മജ്‌ലിസിലെ വെള്ളം നിങ്ങൾ കൊടുക്കുക. ആ മക്കളെ നമ്മളെ മന്ത്രിച്ചു കൊടുക്കുക. റബ്ബേ, ഞങ്ങളെ മക്കളെ അസുഖങ്ങളെല്ലാം നീ സുഖപ്പെടുത്തണം. അല്ലാഹ്,
ഇനി അറിവിന്നിലാവ കുടുംബങ്ങളെ നമ്മളൊരു 101 തഹ്ലീല് ചൊല്ലുകയാണ്. നമ്മിൽ നിന്ന് പലരും മരിച്ചു പോയല്ലോ. അല്ലാഹുവേ, ഞാൻ നേരത്തെ പറഞ്ഞ് വിദേശത്ത് നിന്ന് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയ ആ 5 പ്രിയപ്പെട്ടവര്, ഭർത്താവ്, പ്രിയപ്പെട്ട ഭാര്യ, പ്രിയപ്പെട്ട 3 കുഞ്ഞു പൂമ്പാറ്റ മക്കള്, റബ്ബേ, അതാലോചിക്കുമ്പോ വീണ്ടും വീണ്ടും സങ്കടം വരികയാണ്. ആ കുടുംബത്തിന് ക്ഷമ നൽകണമല്ലാ, ആ കുടുംബത്തിന് ക്ഷമ നൽകണമല്ലാ. ദുനിയാവിൽ നിന്ന് ഒരുമിച്ചതുപോലെ അവര് അല്ലാഹുവേ മരണത്തിലും ഒരുമിച്ചു. അവരെ നീ സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. അവർക്ക് വേണ്ടി നമുക്ക് കുറച്ച് തഹ്ലീൽ ചെല്ലാം. സാധുവാന്റെ ഉമ്മ ഖബറിലാണ്. അറിവിന്നിലാവ് കുടുംബത്തിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അറിവിന്നിലാവ് കണ്ടിരുന്ന എത്രയോ ഉമ്മമാർ ഇന്ന് ഖബറിലാണ്. അറിവിന്നിലാവ് കേട്ടിരുന്ന എത്രയോ ബാപ്പമാർ ഇന്ന് ഖബറിലാണ്. അറിവിന്നിലാവ് കേട്ടിരുന്ന എത്രയോ ചെറുപ്പക്കാരികൾ ഇന്ന് ഖബറുകളിലാ. അറിവിന്നിലാവ് കേട്ടിരുന്ന എത്രയോ കുഞ്ഞുമക്കള് ഇന്ന് ഖബറിലാ. ഇന്ന് പെരിന്തൽമണ്ണയിൽ നിന്നൊരു പ്രിയപ്പെട്ട സഹോദരൻ വന്നിരുന്നു. ഉസ്താദേ, ഞങ്ങളെ വലിയുമ്മ 74 വയസ്സായി മിനിയാന്നാണ് മരണപ്പെട്ടു പോയത്. ഉസ്താദിനെ ഒരുപാട് വിളിച്ചു കിട്ടാത്തത് കൊണ്ട് നേരിട്ട് പറയാമെന്നതാണ്. 74 വയസ്സായ ഉസ്താദേ, ഒരു ദിവസവും ഒഴിവില്ലാതെ ഉമ്മ അറിവിന്നിലാവ് കേൾക്കുന്ന ഉമ്മയാണ്. മറിയുമ്മ ഹജ്ജുമ്മ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉമ്മ. ആ ഉമ്മാന്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ.